ഇന്നത്തെ മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് ഒക്കെ പങ്കുവെക്കാനുമായിട്ട് നമ്മളോടൊപ്പം ഇൻ ഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അനില, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, അതുപോലെ തന്നെ യുവ വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ വീണ്ടും പ്രത്യേകിച്ചും S&P 500 സൂചിക വീണ്ടും ഒരു റെക്കോർഡ് ക്ലോസിംഗ് ആയിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. മികച്ച പാദഫലങ്ങളും സൂചികയിൽ ഏകദേശം ഇതുവരെ പാദഫലങ്ങൾ പുറത്തുള്ള 80%-ലധികവും വാൾസ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റിനെ മറികടന്നിട്ടുള്ള മികച്ച ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു S&P 500 സൂചികയിൽ കാണാനും സാധിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഡൗ ജോൺസിലും കാര്യമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.4% നേട്ടത്തോടെ 38,677.36 എന്ന നിലവാരത്തിലും, നാസ്ഡാക്കിലേക്ക് വരുമ്പോൾ 0.95% നേട്ടത്തോടെ 15,756.6 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. യുഎസ് വിപണിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നാസ്ഡാക്കിന്റെ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 38,900 പോയിന്റ്സ് ആയിരിക്കും. 38,900 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്നും വീണ്ടും നമുക്കൊരു 400 പോയിന്റിന്റെ നേട്ടം ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാം. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ നിലവിലുള്ള ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ 38,100 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല അത് സംഭവിക്കുമെന്ന്. അറ്റ് ദ സെയിം ടൈം നാസ്ഡാക്ക് 100 ഇൻഡെക്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്നലെ വീണ്ടും ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലായിരുന്നു നാസ്ഡാക്ക് 100 ഇൻഡെക്സ് ക്ലോസ് ചെയ്തത്. അതിനെ തുടർന്ന് അതിന്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഇന്ത്യയിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ന് നമുക്ക് IT മേഖലയിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ഇന്നലെ IT സെക്ടറിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. പ്രേക്ഷകരെ ശ്രദ്ധിച്ചിരിക്കേണ്ട HCL ടെക്നോളജി, TCS, ടെക് മഹീന്ദ്ര, വിപ്രോ മുതലായ സ്റ്റോക്സിലൊക്കെ ആയിരിക്കണം. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 17,800 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 18,300 അതിനെ തുടർന്ന് 18,400 ആയിരിക്കും. സർ, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ ഇന്നും ഒരു നേരിയ തോതിൽ ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും WTI ക്രൂഡിലേക്ക് വരുമ്പോൾ 0.41% നേട്ടം രേഖപ്പെടുത്തി ബാരലിന് 74.16 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റിലേക്ക് വരികയാണെങ്കിലും 0.4% നേട്ടം രേഖപ്പെടുത്തി ബാരലിന് $79.53 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ക്രൂഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് എന്തൊക്കെയാണ്? സോ ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് വീണ്ടും ഫോം ചെയ്യുന്നുണ്ട്. സോ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ $73.50 ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് $3 മുതൽ $4 നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതേസമയം നമ്മൾ സപ്പോർട്ടായിട്ട് ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവല് $71 ആയിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു വിപണിക്കാണ് ഇന്നിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ട്രൈ ഔൺസിന് 2051.65 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോൾഡുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സ്വർണത്തിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് $240 തന്നെ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറും. അതേസമയം നമ്മൾ ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് $262 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് $20 മുതൽ $30 നേട്ടം എക്സ്പെക്ട് ചെയ്യാം.
സർ അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ വ്യാപാരത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ 22,000 എന്നൊരു മാർക്ക് മറികടന്നുകൊണ്ട് മികച്ച ഒരു ബുള്ളിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ബുള്ളിഷ് മൊമെന്റം തന്നെയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ വ്യാപാരത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി, പ്രത്യേകിച്ച് അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയപ്പോഴത്തേനും ആ ഒരു നേട്ടം കൈവിട്ടുകൊണ്ട് ഒരു ഫ്ലാറ്റ് ടോണിൽ തന്നെയായിരുന്നു വിപണി വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ 21,930.5 എന്ന നിലവാരത്തിൽ വളരെ ഫ്ലാറ്റ് 0.1% മാത്രം നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുമ്പോൾ 22,053.3 എന്നൊരു നിലവാരവും ഇൻട്രാഡേ ലോയിലേക്ക് വരുമ്പോൾ 21,860.15 എന്നൊരു നിലവാരവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അതിനല്ല നിഫ്റ്റി 50യുടെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു വലിയ പ്രഷർ സോൺ എനിക്ക് കാണുന്നത് 22,150 പോയിന്റിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ ചുരുങ്ങിയത് ഒരു 300 മുതൽ 400 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതേസമയം ഇന്ന് ഈ ഒരു ബുള്ളിഷ്നെസ് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് 21,700 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. സർ അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി കടന്നു വരികയാണ്. പ്രത്യേകിച്ചും ഇന്ന് RBIയുടെ ഈ ഒരു സാമ്പത്തിക വർഷത്തിലെ അവസാനത്തെ മോണിറ്ററി പോളിസി മീറ്റിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഇന്ന് പുറത്തു വരാനിരിക്കെ ഇന്നലെ ഇപ്പോൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ തുടക്കത്തിൽ വലിയൊരു മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ശക്തമായിട്ടൊരു ബുള്ളിഷ് മൊമെന്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വ്യാപാരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ 0.28% മാത്രം നേട്ടം രേഖപ്പെടുത്തി 45,818.5 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വീണ്ടും 46,000 എന്നൊരു റേഞ്ച് മറികടന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സർ ഇന്ന് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പ്രത്യേകിച്ചും ഇന്ന് RBIയുടെ ഒരു മീറ്റിംഗിന്റെ ഒരു ഔട്ട്കം വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സർ ഇന്ന് പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഇന്ന് RBI മീറ്റിംഗിന്റെ അനൗൺസ്മെന്റ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് മോണിറ്ററി റെപ്പോ റേറ്റിലെ മാറ്റങ്ങൾ വരുത്തുമെന്ന്. സോ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നിലവിലുള്ള അതേ റെപ്പോ റേറ്റ് തുടരും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നമുക്കൊരു സർപ്രൈസ് നൽകിക്കൊണ്ട് അദ്ദേഹം റെപ്പോ റേറ്റിൽ ഒരു മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ 0.10% മാത്രം ആ റെപ്പോ റേറ്റിൽ ഒരു കുറവ് വരുത്തും. അത് സംഭവിച്ചാൽ തന്നെ അത് ബാങ്കിങ് മേഖല എൻറ്റയർ ഷെയർ മാർക്കറ്റിന് വളരെ വളരെ ബുള്ളിഷ് ആയിരിക്കും. സോ ദ ട്രിഗർ വിച്ച് വി ഹാവ് ടു വെയിറ്റ് ഇസ് RBI റെപ്പോ റേറ്റ് കട്ട് ചെയ്യാൻ ഞാൻ പറയുന്നത് ഏകദേശം ഒരു 20-25% സാധ്യത കാണുന്നുണ്ട്. ബട്ട് ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ. അറ്റ് ദ സെയിം ടൈം നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 46,800 പോയിന്റ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡും ലോങ് ടേം ട്രെൻഡും തിരിച്ച് ബുള്ളിഷായി വഴിമാറത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 44,800 പോയിന്റ് ആയിരിക്കും. സാറിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും കമ്പനിയെ സംബന്ധിച്ചൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ടുള്ള ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ലാൻഡ് ആൻഡ് അസറ്റ് ഉടൻ തന്നെ ലിസ്റ്റിങ്ങിനായിട്ട് വിപണിയിലേക്ക് എത്തും എന്നൊരു സൂചന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഏകദേശം ഒരു 2 ദിവസത്തെ ട്രേഡിംഗ് സെഷന്റെ കാര്യം പറയുകയിൽ 9% ഉയർന്ന് പുതിയൊരു സർവകാല ഉയരം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജനുവരി 18 ശേഷം നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗും കാണുന്നു. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 3.76% ഇടിവിൽ 254.8 എന്നൊരു നിലവാരത്തിലായിരുന്നു. ഫെബ്രുവരി 5 രേഖപ്പെടുത്തി 290.75 എന്നൊരു റേഞ്ച് ആണ് ഇപ്പോൾ 52 വീക്ക് ഹൈ ആയിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സർ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ നവംബർ മാസത്തിലെ സ്റ്റോക്ക് ഏകദേശം ഒരു 130 രൂപയ്ക്ക് അടുത്തായിരുന്നു ട്രേഡിംഗ് നടത്തി വന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 285 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്.
ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് നമുക്ക് വീണ്ടും ഒരു ബൈയിങ് അവസരം ലഭിക്കുന്നുണ്ട്. സോ കറന്റ് ലെവൽസിൽ നമ്മൾ ഒരു 10% വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ എടുത്ത് തുടങ്ങാം. ആൻഡ് അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ലെവലിൽ ആദ്യത്തെ 285, അതിനെ തുടർന്ന് 305, അതിനെ തുടർന്ന് 315 ആൻഡ് അവസാനമായിട്ട് 330 രൂപയും. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ അദാനി ഗ്രൂപ്പുകളിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം അദാനി ഓഹരികളിൽ ഇന്നലെ വലിയൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദാനി ഗ്രീൻ എനർജിയെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇൻട്രാഡേയിൽ 16% ഉയർന്ന് പുതിയൊരു 52 വീക്ക് ഹൈയിലേക്കൊക്കെ എത്തിയിട്ടുമുണ്ടായിരുന്നു. അദാനി ഓഹരികളിൽ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ഏതൊക്കെയാണ്? ഈ ഓഹരികൾ സാറിന്റെ ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? See, Adani Group, I am extremely bullish on all Adani stocks. In fact, കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ I am extremely positive on Adani. പക്ഷെ നമ്മൾ അഡാനി സ്റ്റോക്സ് ശ്രദ്ധിക്കുമ്പോഴേക്കും ഡിസംബറിന് ശേഷം നല്ലൊരു കൺസോൾട്ടേഷനാണ് നടത്തി വരുന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ അഡാനി ഗ്രീനിൽ നമുക്കൊരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് കാണാൻ സാധിച്ചു. സോ അഡാനി ഗ്രീനിൽ നമ്മൾ ആ ഒരു വോളറ്റിലിറ്റി ഒരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 2030, അതിനെ തുടർന്ന് 2225 രൂപയിലും ആയിരിക്കും അഡാനി ഗ്രീനിന്റെ കേസിൽ. അഡാനി എനർജി സൊല്യൂഷൻ നോക്കുമ്പോഴേക്കും അതിൽ ഇന്നലെ ഒരു മുന്നേറ്റം കണ്ടെങ്കിലും നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ബുള്ളിഷ് ട്രിഗറിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1150 ആയിരിക്കണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ റെസിസ്റ്റൻസ് പിന്നീട് കിട്ടുന്ന 1240, അതിനെ തുടർന്ന് 1300, അതിനെ തുടർന്ന് 1370. ഇൻ ദ കേസ് ഓഫ് അഡാനി പോർട്ട് നിലവിൽ ഓൾറെഡി ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ട് കാണുന്നത്. സ്റ്റോക്കിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് കാണുന്നത് 1290. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1350 സർ അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ PSU ബാങ്ക് സൂചികയായിരുന്നു ഒരു സ്റ്റാർ പെർഫോമർ എന്ന് പറയാൻ സാധിക്കുന്നത്. അതിൽ തന്നെയും ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടാണ് സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യൻ ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിലാകട്ടെ പുതിയൊരു സർവ്വകാല ഉയരം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു 568.4 എന്നൊരു റേഞ്ചിൽ. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കും 0.1% നേട്ടത്തിൽ 543 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു. ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിൽ ഒരു സമയമായിട്ടുണ്ടോ? ഇന്ത്യൻ ബാങ്ക് ഹാസ് ബീൻ എ ടേൺ റൗണ്ട് സ്റ്റോറി. നമ്മൾ PSU ബാങ്ക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ ഒരു 4-5 മാസം അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ഇന്ത്യൻ ബാങ്ക്. പക്ഷെ ഡിസംബർ അവസാനത്തോടു കൂടി അറൌണ്ട് 390 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്നും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ച് സ്റ്റോക്ക് 560 രൂപ വരെ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. സോ കഴിഞ്ഞ 2 സെഷൻസിൽ വി ആർ സീയിങ് ലിറ്റിൽ ബിറ്റ് പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഈ ഒരു വോളറ്റിലിറ്റിക്ക് നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക, അതിലൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അറ്റ് ദ സെയിം ടൈം കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത് എത്രത്തോളം ഈ കറക്ഷൻ നടക്കുമെന്ന്. നമുക്ക് അറൌണ്ട് 500-510 റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു എൻട്രി അവസരം തന്നെ ആയിരിക്കും. സ്റ്റോക്ക് 560 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് നമുക്കൊരു 100 രൂപയുടെ നേട്ടം ഈ സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. സർ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പാദഫലം പുറത്തുവിട്ടിട്ട് ഒരു കമ്പനിയായിരുന്നു നൈക്കയെ സംബന്ധിച്ച് മികച്ച ക്വാർട്ടർലി റിസൾട്ട് ഏകദേശം ഒരു ഇരട്ടിക്ക് അടുത്തുള്ള ഒരു നേട്ടം ലാഭത്തിൽ രേഖപ്പെടുത്താനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓഹരിയിലേക്ക് നോക്കുമ്പോൾ വ്യാപാരത്തിന് ആദ്യ ഘട്ടങ്ങളിൽ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയെങ്കിലും പിന്നീട് ശക്തമായിട്ടൊരു ഇടിവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ സെഷൻസിൽ ഏകദേശം ഒരു 5ഓളം സെഷൻസ് ആയിട്ട് ഒരു നെഗറ്റീവ് ടോണിലാണ് ഈ ഒരു ഓഹരി ഇപ്പോൾ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിലും 2.9% ഇടിവ് രേഖപ്പെടുത്തി 155.8 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ നൈക്കയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ഒരു നിക്ഷേപകർ വാങ്ങാനുള്ള ഒരു അവസരം സാർ കാണുന്നുണ്ടോ? നൈക്കയുടെ റിസൾട്ട് വളരെ വളരെ നല്ലത് തന്നെയായിരുന്നു.
ആൻഡ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇന്നലെ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വരുമെന്നായിരുന്നു എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ. സോ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചു. ബട്ട് ആ ഒരു നേട്ടം സ്റ്റോക്കിന് നിലനിർത്താൻ സാധിച്ചില്ല. ആൻഡ് അതിനെ തുടർന്ന് വി സോ ലോട്ട് ഓഫ് എ സെല്ലിംഗ് ഹാപ്പനിങ് ഇൻ നൈക്ക യെസ്റ്റർഡേ. സോ നമുക്ക് ഇപ്പോൾ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ഒരു 2-3 സെഷൻ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം സ്റ്റോക്ക് ഇവിടെ ഈ ലെവൽസിലൊക്കെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം മാത്രം നമുക്കൊരു പുതിയ പൊസിഷൻ കൺസിഡർ ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ജിയോ ഫിനുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇന്നലെ 0.72% ഇടിവിൽ 269 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫെബ്രുവരി 5 ഏകദേശം 15% നേട്ടം രേഖപ്പെടുത്തി 295.7 എന്നൊരു നിലവാരത്തിലൊരു 52 വീക്ക് ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ജിയോ ഫിനിലെ പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ചിട്ടുണ്ടോ? ഈ ഒരു ഓഹരിയിൽ സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? ജിയോ ഫിനിന്റെ കേസിലും നമ്മൾ ഇതൊരു ലോങ് ടേം പൊസിഷൻ ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. ആൻഡ് 2 ദിവസം മുൻപ് നമുക്ക് പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 15% നേട്ടമാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക, ഈ ഒരു വോളറ്റിലിറ്റിക്ക് വേണ്ടി തയ്യാറാകുക. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് അറൌണ്ട് 260 റുപ്പീസിന് അടുത്ത് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യണം. ബിക്കോസ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ സ്റ്റോക്ക് 300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷക സിന്ധു അജിത്ത് എന്നൊരു പ്രേക്ഷക സിർമ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സിർമ SGS ടെക്നോളജി ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ഓഹരിയിൽ 8.01% ഇടിവ് രേഖപ്പെടുത്തി 524.75 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിസംബർ 19 രേഖപ്പെടുത്തി 705.2 എന്നൊരു 52 വീക്ക് ഹൈന് ശേഷം തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് ഈ ഒരു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. സിർമയുമായി ബന്ധപ്പെട്ട് ഇനി ഒരു നിക്ഷേപകൻ ഈ ഒരു ഓഹരി കൈവശം സൂക്ഷിക്കുന്ന നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അനില, ഈ സിർമയുടെ സ്പെല്ലിംഗ് ഒന്ന് പറയാം, എനിക്ക് സ്റ്റോക്ക് കാണാൻ സാധിക്കുന്നില്ല. സർ, SYRMA, സിർമ SGS ടെക്നോളജി ലിമിറ്റഡ്. ഓക്കെ, സിർമയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് ഒരു നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സോ ഈ ഒരു സ്റ്റോക്കില് ഫോർച്ചുനേറ്റ്ലി എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ലെവലില് നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്യുന്ന ഒരു ലെവലാണ്. ദാറ്റ് ഈസ് അറൌണ്ട് 480 രൂപ. അപ്പൊ നമ്മൾ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 480 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. 480ന്റെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിൽ നമ്മൾ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തത് 580-ഉം അതിനെ തുടർന്ന് 660-ലും ആയിരിക്കും. 660ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡുകൾ തിരിച്ച് ബുള്ളിഷായി മാറത്തുള്ളൂ. സർ, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള അരുൺ സുരേന്ദ്രൻ ക്രോംപ്ടൺ ഗ്രീവ്സുമായി ബന്ധപ്പെട്ട് ക്രോംപ്ടൺ ഗ്രീവ്സ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ വളരെ ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിൽ 288.5 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 ഫെബ്രുവരി 10 രേഖപ്പെടുത്തിയ 328.35 രൂപ എന്നൊരു നിലവാരമാണ്. ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഇനി ഇതിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അൺഫോർച്ചുനേറ്റ്ലി ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് ക്രോംപ്ടൺ ഗ്രീവ്സിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് എഗെയിൻ ക്രോംപ്ടൺ ഗ്രീവ്സിന്റെയും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നിലവിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക. ആൻഡ് ആ പണം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടെക്നോളജി സ്റ്റോക്സിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല അവസരങ്ങൾ ലഭിക്കും. സോ അത്തരം സ്റ്റോക്സിലോട്ട് ആയിരിക്കണം നമ്മുടെ ഫോക്കസ് മുഴുവൻ കൊണ്ടുപോകേണ്ടത്.
യെസ് സർ. അതിനൊപ്പം തന്നെ ജിജിൽ തോമസ് എന്നൊരു പ്രേക്ഷകൻ NHPC ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി 2.17% നേട്ടത്തിൽ 103.45 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പുതിയൊരു 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5 രേഖപ്പെടുത്തിയ 115.85 എന്നൊരു നിലവാരമാണ്. NHPCയിൽ സർ ഇനി വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? സോ NHPCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 3 മാസത്തിനിടെ വലിയൊരു മുന്നേറ്റമാണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് 100% നേട്ടം നമുക്ക് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആൻഡ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ ഹൈ ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുന്നത് 118 രൂപ. ആൻഡ് ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് കാണുന്നത് 90 രൂപയിൽ. 90 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി മാറും. സർ അതിനോടൊപ്പം തന്നെ ഗോപകുമാർ എന്നൊരു പ്രേക്ഷകൻ ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയിലെ ഡൗൺ ട്രെൻഡ് അവസാനിച്ചിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.84% നേട്ടത്തിൽ 7,787 രൂപ എന്നൊരു നിലവാരത്തിലാണ്. ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ട സാറിന്റെ പെർസ്പെക്റ്റീവ് എന്താണ്? ടാറ്റ എലക്സി അഗെയിൻ ഡിസംബർ തുടക്കത്തിൽ 900-200 രൂപ എത്തിയതിനു ശേഷം കനത്ത സെല്ലിംഗ് ഈ സ്റ്റോക്ക് നേരിട്ടത്. ആൻഡ് അഗെയിൻ അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷായി മാറിയിരിക്കുന്നു. നമ്മളൊരു ടാറ്റ ഗ്രൂപ്പ് സ്റ്റോക്സിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൈ സജഷൻ വുഡ് ബി ടാറ്റ കൺസൾട്ടൻസി സർവീസസ് കൺസിഡർ ചെയ്യുക. അതല്ലെങ്കിൽ പുതിയതായിട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ടാറ്റ ടെക്നോളജി സ്റ്റോക്സിൽ ശ്രദ്ധ കൊടുക്കുക. ദാറ്റ് വിൽ ബി എ മച്ച് ബെറ്റർ ബെറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ടാറ്റ ടെക്നോളജിയുടെ കേസ് എടുക്കുമ്പോഴേക്കും മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ 1070 രൂപയ്ക്ക് അടുത്ത് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മേജർ റെസിസ്റ്റൻസ് കാണുന്ന 1165 രൂപയിൽ. സോ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. And I think this is a much better bet than Tata Elxsi. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ സിറ്റി യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 0.94% ഇടിവിൽ 131.6 എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിസംബർ 18 രേഖപ്പെടുത്തിയ ഒരു 50 ഹൈ റേഞ്ച് എന്ന് പറയുന്നത് 167.8 രൂപ എന്ന ഒരു നിലവാരമാണ്. സിറ്റി യൂണിയൻ ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? Definitely, City Union Bank is underperforming the market. And City Union Bank in them short and long term trend നിലവിൽ bearish ആയിട്ടാണ് കാണുന്നത്. So naturally my advice would be ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഇതേപോലെ ഒരു ലോ പ്രൈസ്ഡ് ആയിട്ട് ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധ IDFC ഫസ്റ്റ് ബാങ്കിൽ കൊടുക്കാം. IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ 85 രൂപ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി യോഗത്തിന് ശേഷം നല്ലൊരു പ്രഖ്യാപനം RBI ഗവർണർ നടത്തുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ മാത്രമല്ല എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്കൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. സോ ഐ തിങ്ക് IDFC ഫസ്റ്റ് ബാങ്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ശ്രദ്ധിച്ചിരിക്കുക. 85 രൂപ വിൽ ബി എ മേജർ റെസിസ്റ്റൻസ്. സർ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ഓഹരി 0.85% ഇടിവ് രേഖപ്പെടുത്തി 58.15 രൂപ എന്ന നിലവാരത്തിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 50 ഹൈ നോക്കുകയാൽ ഡിസംബർ 11 രേഖപ്പെടുത്തി 63 രൂപ എന്ന നിലവാരമാണ്. ഉജ്ജീവനിൽ ഇനി ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ ഉജ്ജീവന്റെ നിലവിലുള്ള ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിൽ ഒരു ബൈയിങ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് കാണുന്നത് 53 രൂപ 50 പൈസ. മേജർ റെസിസ്റ്റൻസ് കാണുന്നത് 63 രൂപ 25 പൈസ. ഈ 63 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ട്രിഗർ ലഭിക്കാൻ പോകുന്നുള്ളൂ.
അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ ലിമിറ്റഡുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു പുതിയ 50 ഡേ ഹൈ നിലവാരമായിട്ടുള്ള 39.15 രൂപ എന്നൊരു നിലവാരം ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 5.77% നേട്ടത്തോടെ 37.6 രൂപ എന്ന നിലവാരത്തിലാണ്. ഈ ഒരു ഓഹരിയിൽ സാറിന്റെ ഒരു നിലപാട് എന്താണ്? സോ ബജാജ് ഹിന്ദുസ്ഥാൻ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്ക് ഈ ജനുവരി മാസത്തിലെ 25 രൂപയായിരുന്നു അതിന്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ 39 രൂപ വരെ നേട്ടം നൽകിയിട്ടുണ്ട്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. കാര്യം സ്റ്റോക്കിന് പ്രോഫിറ്റ് ടേക്കിംഗ് സമയം അടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മേജർ സപ്പോർട്ട് 34 അതിനെ തുടർന്ന് 32 രൂപയിലും ആയിരിക്കും.